പെരുന്നാൾ സ്പെഷ്യലായിട്ട് നമുക്കിപ്പോൾ ഇന്നൊരു ചിക്കൻ കറി റൊട്ടി ഉണ്ടാക്കിയാലോ. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ചിക്കനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാമേ. നമുക്കിനി 3 സബോള എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ നൈസായിട്ടാണ് കട്ട് ചെയ്യുന്നത്, കാരണം പെട്ടെന്ന് ഇങ്ങനെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ ഈ കറിക്ക് എടുക്കുന്നത്. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ, അത് തന്നെയാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം കേട്ടോ. അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഓയിലൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 2-3 പച്ചമുളക് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിക്കൻ നമുക്ക് അതിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ്റെ ഉള്ളൊന്നും വേവിച്ചെടുക്കുന്നില്ല കേട്ടോ. ചിക്കൻ്റെ പുറം ഭാഗം മാത്രം ചെറുതായിട്ടൊന്നിങ്ങനെ ഫ്രൈ പോലെ ആക്കിയിട്ട് എടുക്കുന്നു കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ചെറുതായിട്ട് ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ചിക്കൻ വലിയ ഫ്രൈ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഇതൊന്നും കൂടിയിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ പുറം ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി കേട്ടോ. ബാക്കി ചിക്കനൊക്കെ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് തന്നെ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സബോള അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുക്കാൻ പെട്ടെന്ന് വഴണ്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയും കൂടി അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി തക്കാളി ഒന്ന് വഴണ്ടി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളിയും സബോളയൊക്കെ അവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇനി നമുക്ക് അതിലോട്ട് ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സൊക്കെ അവിടെ സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കണ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാമേ. ഈ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കനിൽ മസാല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇടയ്ക്ക് ഞാൻ ചിക്കനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇടാം. പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കറിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ റൊട്ടി ഉണ്ടാക്കണം എന്നുള്ളത് തോന്നിയത്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരത്തെ തന്നെ റൊട്ടി അങ്ങനെ ഉണ്ടാക്കി. റൊട്ടിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അപ്പം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിക്കൻ കറിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.